നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. ചാലിശ്ശേരി മെയിൻ റോഡ് സെന്ററിൽ 3 കടകളിൽ വൻ തീപിടുത്തം. വെള്ളിയാഴ്ച രാത്രി 9:45 തീ പടർന്നത് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. സ്ഥാപനങ്ങൾ അടച്ചുപോയതിനു ശേഷമാണ് ഫുഡ്വെയർ ഷോപ്പ്, ജ്വല്ലറി, മൊബൈൽ ഷോപ്പ് എന്നിവ ഉൾപ്പെടുന്ന 3 കടകളിൽ തീ പടർന്നത്. ഫുഡ്വെയർ ഷോപ്പ് പൂർണ്ണമായും കത്തിനശിച്ചു. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. അപകട വിവരം അറിഞ്ഞതോടെ കുന്നംകുളം ഫയർ സ്റ്റേഷനിൽ നിന്ന് 1 യൂണിറ്റും പട്ടാമ്പി സ്റ്റേഷനിൽ നിന്ന് 2 യൂണിറ്റുകളും സ്ഥലത്തെത്തി മണിക്കൂറുകളോളം നീണ്ട പരിശ്രമത്തിന് ശേഷം തീയണച്ചു. ചാലിശ്ശേരി പോലീസ് സബ് ഇൻസ്പെക്ടർ S. ശ്രീലാലിൻ്റെ നേതൃത്വത്തിൽ ചാലിശ്ശേരി പോലീസും പട്ടാമ്പി സേഫ്റ്റി ഫയർഫോഴ്സ് ഓഫീസർ അനുരാജ്, ASTO രമേശ് ബാബു, ഡ്രൈവർമാരായ അജയ്, ശ്രീകുമാർ, ഫയർമാൻമാരായ സുബീർ, ശരത് രാജു, സുധീഷ്, അൻസുർ, ഹോംഗാർഡ്മാരായ ദയാനന്ദൻ, സത്യൻ എന്നിവർ തീയണയ്ക്കാൻ നേതൃത്വം നൽകി. സംഭവത്തെ തുടർന്ന് സ്ഥലത്തെ വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടു. വിവരമറിഞ്ഞ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് സക്കീർ, ചാലിശ്ശേരി യൂണിറ്റ് പ്രസിഡന്റ് MM അഹമ്മദുണ്ണി, മറ്റ് ഭാരവാഹികൾ, രാഷ്ട്രീയ കക്ഷി നേതാക്കൾ എന്നിവരും നിരവധി നാട്ടുകാരും സ്ഥലത്തെത്തിയിരുന്നു. പുലിയന്നൂരിൽ തേനീച്ചയുടെ ആക്രമണത്തിൽ കർഷകനുൾപ്പെടെ 2 പേർക്ക് പരിക്കേറ്റു. കിളൂർ മുട്ടിക്കൽ ഫ്രാൻസിസിന്റെ മകൻ സേവ്യർ, വെള്ളാറ്റഞ്ഞൂർ സ്വദേശി പൊറത്തൂർ ചാക്കു ജെയിംസ് എന്നിവർക്കാണ് തേനീച്ചയുടെ കുത്തേറ്റത്. സ്കൂളിന് സമീപത്തുള്ള പാടശേഖരത്തിൽ പുല്ലരിയുവാൻ പോയതായിരുന്നു സേവ്യർ. തേനീച്ചക്കൂടിൽ അരിവാൾ കൊണ്ടതാകുമെന്ന് കരുതുന്നു. അതുവഴി പോയിരുന്ന ചാക്കു ജെയിംസിനും തേനീച്ചയുടെ കുത്തേറ്റു. 2 പേരും നാട്ടുകാരുടെ സഹായത്തോടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. തദ്ദേശ തിരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ. LDF ഗുരുവായൂർ നഗരസഭാ റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു. റാലിക്ക് ശേഷം നഗരസഭ ടൗൺ ഹാൾ പരിസരത്ത് നടന്ന പൊതുസമ്മേളനം മന്ത്രി ഡോക്ടർ R. ബിന്ദു ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ PT കുഞ്ഞിമുഹമ്മദ് അധ്യക്ഷനായി. നഗരസഭാ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കൺവീനർ C. സുമേഷ്, CPM ജില്ലാ കമ്മിറ്റി അംഗം M. കൃഷ്ണദാസ്, ഏരിയ സെക്രട്ടറി TT ശിവദാസ്, GK പ്രകാശ്, CPI ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് P. മുഹമ്മദ് ബഷീർ, മണ്ഡലം സെക്രട്ടറി CV ശ്രീനിവാസൻ, M. മോഹൻദാസ്, RH അബ്ദുൾ സലാം, GK പ്രകാശ്, PS ജയൻ, KP കരുണാകരൻ എന്നിവർ സംസാരിച്ചു. ചാവക്കാട് നഗരസഭ LDF തിരഞ്ഞെടുപ്പ് റാലിയും പൊതുസമ്മേളനവും നടന്നു. മണത്തലയിൽ നിന്ന് ആരംഭിച്ച പ്രകടനത്തിൽ ചെങ്കൊടിയും ചുവപ്പ് ബലൂണുകളുമായി സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു. തുടർന്ന് ചാവക്കാട് മുനിസിപ്പൽ ചതുരത്തിൽ നടന്ന പൊതുസമ്മേളനം വടക്കാഞ്ചേരി MLA സേവ്യർ ചിറ്റിലപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. ഫിറോസ് P. തൈപ്പറമ്പിൽ അധ്യക്ഷനായി. NK അക്ബർ MLA, ഗീതാ ഗോപി, ഷീജ പ്രശാന്ത്, RT ഗഫൂർ, PK സൈതാലിക്കുട്ടി, A. സതീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇനി ദേശചരിതം. ഇടത് വലത് മുന്നണികൾക്ക് തുല്യ സ്വാധീനമുള്ള പോർക്കുളം പഞ്ചായത്തിൽ കഴിഞ്ഞ 1 ദശകമായി LDF ആണ് ഭരണം നടത്തുന്നത്. 2015 കേവലം ഒരൊറ്റ സീറ്റിന്റെ ഭൂരിപക്ഷത്തിലാണ് LDF ഭരണം നടത്തിയിരുന്നതെങ്കിൽ 2020 തിരഞ്ഞെടുപ്പിൽ UDF അമ്പെ തകർന്നതോടെ ഇടതുപക്ഷം ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചു. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ 1 സീറ്റിൽ വിജയിച്ച് BJPയും സാന്നിധ്യം അറിയിച്ചു. ശ്രീലങ്കയും കൊൽക്കത്തയും ആൻഡമാനും തമിഴ്നാടും പശ്ചാത്തലമാക്കി പ്രവാസവും ഒറ്റപ്പെടലും മുഖ്യപ്രമേയമാക്കി മലയാളത്തിന് മറക്കാനാകാത്ത ഒട്ടനേകം സാഹിത്യ സൃഷ്ടികൾ സമ്മാനിച്ച CV ശ്രീരാമന്റെ തട്ടകമാണ് പോർക്കുളം. നീണ്ട 12 വർഷക്കാലം പോർക്കുളം പഞ്ചായത്തിന് അധ്യക്ഷനായിരുന്നു CV. ഒരു തവണ ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ അധ്യക്ഷ പദവി അദ്ദേഹം അലങ്കരിച്ചിരുന്നു. നീണ്ട കാലയളവ് ഇടതിനൊപ്പം നിന്നിരുന്ന പോർക്കുളം പഞ്ചായത്ത് 2 ദശകമായി ഇടതു വലതു മുന്നണികളെ മാറി മാറിയാണ് പരീക്ഷിച്ചിരുന്നത്. എന്നാൽ 2015 ഒരംഗത്തിന്റെ മാത്രം ബലത്തിൽ ഭരണത്തിലേറിയ ഇടതുപക്ഷം 2020 ലീഡ് വീണ്ടും വർദ്ധിപ്പിച്ചപ്പോൾ കോൺഗ്രസിന്റെ സീറ്റെണ്ണം മുൻ തവണത്തേക്കാൾ പകുതിയായി കുറഞ്ഞു. BJP ചരിത്രത്തിലാദ്യമായി ഒരു വാർഡിൽ താമര വിരിയിച്ച് പഞ്ചായത്തിൽ ഭരണസമിതിയിലേക്ക് കാലെടുത്ത് വെക്കുകയും ചെയ്തു. രാജാക്കന്മാരുടെ പടയോട്ടം കൊണ്ട്
പോർക്കളം എന്ന പേരുണ്ടായ പോർക്കുളത്ത് ഇപ്പോൾ തദ്ദേശ പോരാട്ടത്തിനുള്ള അന്തിമ തയ്യാറെടുപ്പിലാണ് രാഷ്ട്രീയ പാർട്ടികൾ. മുൻപ് 13 വാർഡുകളാണ് പഞ്ചായത്തിലുണ്ടായിരുന്നത്. വാർഡ് വിഭജനത്തോടെ ഒരു വാർഡ് കൂടി 14 ആയിട്ടുണ്ട്. മുണ്ടകൻ പാടങ്ങളിലെ കാർഷിക സംസ്കാരവും കുതിരവേലയും പൂരവും പെരുന്നാളുമായി സാംസ്കാരിക ആഘോഷങ്ങളും നടക്കുന്ന പോർക്കുളത്തെ രാഷ്ട്രീയ മനസ്സ് ഇത്തവണയും പ്രവചനാതീതമാണ്. കുന്നംകുളം താലൂക്കിന് കീഴിൽ ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിലാണ് കുന്നംകുളം നഗരസഭ, ചൊവ്വന്നൂർ പഞ്ചായത്ത്, കാട്ടകാമ്പാൽ പഞ്ചായത്ത്, കടവല്ലൂർ പഞ്ചായത്ത് എന്നിവയുമായി അതിർത്തി പങ്കിടുന്ന പോർക്കുളം പഞ്ചായത്തിന്റെ സ്ഥാനം. ചരിത്രപ്രസിദ്ധമായ വേദക്കാട് ദുർഗാക്ഷേത്രവും മാർ ആദായ് ശ്ലീഹ പള്ളിയും പാറേമ്പാടം സെന്റ് ആന്റണീസ് പള്ളിയും മങ്ങാട് ഭഗവതി ക്ഷേത്രവും കോട്ടിയാട്ടുമുക്ക് മഹാവിഷ്ണു ക്ഷേത്രവും പോർക്കുളം ജുമാ മസ്ജിദ്, കലശമലച്ചിറയിൽ ക്ഷേത്രവുമാണ് പ്രധാന ദേവാലയങ്ങൾ. ദേശക്കാരുടെ കുതിരവേലയും ഭഗവതി ക്ഷേത്രത്തിലെ ഭരണി ഉത്സവവും കോട്ടിയാട്ടുമുക്ക് പൂരവും പോർക്കുളം ദേശവിളക്കും പോർക്കുളം പെരുന്നാളും ഒന്നിച്ചാഘോഷിച്ചാണ് നാട്ടുകാർ തങ്ങളുടെ ഒത്തൊരുമ പ്രകടിപ്പിക്കാറുള്ളത്. കലശമല ഇക്കോ ടൂറിസം പദ്ധതിയാണ് പഞ്ചായത്തിലെ പ്രധാന ടൂറിസം കേന്ദ്രം. ഭരണപക്ഷം പറയുന്ന പ്രധാന വികസന നേട്ടങ്ങൾ ഇവയാണ്. അതിദരിദ്രരില്ലാത്ത ജില്ലയിലെ ആദ്യ പഞ്ചായത്തായി. തുടർച്ചയായി 4 വർഷം 100% പദ്ധതി വിഹിതം ചെലവാക്കി. പഞ്ചായത്തിൽ 5 വർഷം കൊണ്ട് 144 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കി. ജലലഭ്യത ഉറപ്പാക്കാനായി 7 പൊതുകുളങ്ങൾ നവീകരിക്കാൻ 3.4 കോടി രൂപയുടെ പദ്ധതി തയ്യാറാക്കി. 7 പ്രധാന ശുദ്ധജല പദ്ധതികൾ തുടങ്ങി. ആരോഗ്യരംഗത്ത് സമഗ്ര വികസനം നടപ്പാക്കി. ഹോമിയോ ആശുപത്രിക്ക് പുതിയ കെട്ടിടം നിർമ്മിച്ചു. അലോപ്പതി, ആയുർവേദ ആശുപത്രികളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചു. പഞ്ചായത്തിന് സ്വന്തമായി കളിക്കളം ഒരുക്കാൻ പദ്ധതി തയ്യാറാക്കി. എല്ലാ അങ്കണവാടികൾക്കും സ്വന്തം സ്ഥലം ഉറപ്പാക്കി പുതിയ കെട്ടിടങ്ങൾ നിർമ്മിച്ചു. വനിതകൾക്ക് ജിംനേഷ്യം, യോഗ എന്നിവ തുടങ്ങി. എന്നാൽ അവകാശവാദങ്ങളെല്ലാം പൊള്ളയാണെന്നാണ് കോൺഗ്രസ് ആക്ഷേപം. പഞ്ചായത്തിലെ 40ഓളം കുടുംബങ്ങൾക്ക് പട്ടയം ലഭ്യമാക്കുന്നതിൽ ഭരണസമിതി പരാജയപ്പെട്ടു. ജൽജീവൻ പദ്ധതിക്ക് പൈപ്പിടാനായി വെട്ടിപ്പൊളിച്ച റോഡുകൾ അറ്റകുറ്റപ്പണി നടത്തിയില്ല. ജൽജീവൻ പദ്ധതിയിലൂടെ ശുദ്ധജല വിതരണം നടത്തിയില്ല. ലൈഫ് ഭവന പദ്ധതിയിൽ നിർമ്മാണം പാതിവഴിയിൽ നിലച്ചവർക്ക് പണം നൽകിയില്ല. ഭവനരഹിതരായ കുടുംബങ്ങൾക്ക് സഹായം നൽകാൻ കഴിഞ്ഞില്ല. കലശമല ടൂറിസ്റ്റ് കേന്ദ്രത്തിന്റെ വികസനം പ്രഖ്യാപനത്തിലൊതുങ്ങി. ലക്ഷങ്ങൾ ചെലവിട്ട് ആരംഭിച്ച അഗ്രോ ക്ലിനിക് അടച്ചുപൂട്ടി. കാർഷിക കർമ്മസേനയുടെ പ്രവർത്തനങ്ങൾ നിലച്ചു. കാർഷിക ഉപകരണങ്ങളും ഉപയോഗിക്കാതെയായി. കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ രോഗികൾക്കാവശ്യമായ മരുന്നുകൾ എത്തിച്ചു നൽകിയില്ല. ആയുർവേദ ആശുപത്രി വികസനത്തിനായി HMC യോഗം വിളിക്കാൻ കഴിഞ്ഞില്ല തുടങ്ങിയ ആക്ഷേപങ്ങൾ പ്രതിപക്ഷം ഉന്നയിക്കുന്നു. എന്തായാലും വാക്പോരും സമരവുമെല്ലാം മുറക്കി നടക്കുന്ന പഞ്ചായത്ത് ഇത്തവണ ആരോടൊപ്പം നിൽക്കുമെന്ന് കാത്തിരുന്ന് കാണാം. ബലാത്സംഗ കേസിൽ ഒളിവിൽ കഴിയുന്ന പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റ് തടഞ്ഞ് ഹൈക്കോടതി. ഈ മാസം 15 വരെ അറസ്റ്റ് പാടില്ലെന്ന് ഹൈക്കോടതി അറിയിച്ചു. 15-ന് മുൻകൂർ ജാമ്യാപേക്ഷ വീണ്ടും പരിഗണിക്കും. തിരഞ്ഞെടുപ്പിന് ശേഷമായിരിക്കും കേസ് ഇനി പരിഗണിക്കുക. കേസിൽ വിശദവാദം കേൾക്കണമെന്ന് കോടതി വ്യക്തമാക്കി. കേസ് ഡയറി ഹാജരാക്കാനും കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇന്നലെയാണ് മുൻകൂർ ജാമ്യാപേക്ഷയുമായി രാഹുൽ ഹൈക്കോടതിയെ സമീപിച്ചത്. തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു. തുടർന്നാണ് ഇന്നലെ ഹൈക്കോടതിയിൽ ഹർജി നൽകിയത്. 10ാം ദിവസവും രാഹുൽ ഒളിവിൽ തുടരുമ്പോഴാണ് ഹൈക്കോടതിയുടെ അറസ്റ്റ് തടഞ്ഞുള്ള തീരുമാനം വന്നിട്ടുള്ളത്. ജസ്റ്റിസ് K. ബാബുവിന്റെ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത്. 32ാം ഐറ്റമായിട്ടാണ് പരിഗണിക്കേണ്ടിയിരുന്നത്. എന്നാൽ സിറ്റിംഗ് തുടങ്ങിയ ഉടൻ തന്നെ രാഹുലിന്റെ അഭിഭാഷകൻ ഹർജിയുമായി ബന്ധപ്പെട്ട കാര്യം അറിയിച്ചു. തുടർന്നാണ് ഹൈക്കോടതി ഉത്തരവ് പറഞ്ഞത്. കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് പെൻഷനേഴ്സ് അസോസിയേഷൻ കുന്നംകുളം ഡിവിഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സാംസ്കാരിക സദസ്സ് സംഘടിപ്പിച്ചു. തലക്കോട്ടുകര കോപ്പർ കാസിൽ ഓഡിറ്റോറിയത്തിൽ നടന്ന സാംസ്കാരിക സദസ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് N. വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. പെൻഷനേഴ്സ് അസോസിയേഷൻ കുന്നംകുളം ഡിവിഷൻ കമ്മിറ്റി പ്രസിഡന്റ് NL വർഗീസ് അധ്യക്ഷനായി. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സംസ്ഥാന കമ്മിറ്റി അംഗം V. മനോജ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി. കുന്നംകുളം ഇലക്ട്രിക്കൽ ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും KCB ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ഭാരവാഹിയുമായ KS സുരേഷ് പെൻഷനേഴ്സ് അസോസിയേഷൻ അംഗങ്ങളുടെ കുടുംബാംഗങ്ങളായ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ പുരസ്കാര വിതരണം ചെയ്തു. വിവിധ മേഖലകളിൽ മികവ് പുലർത്തിയ പ്രതിഭകളെയും 70 വയസ്സ് പൂർത്തിയായ പെൻഷൻ അസോസിയേഷൻ അംഗങ്ങളെയും ചടങ്ങിൽ ആദരിച്ചു. കാരുണ്യ ഫണ്ടിൽ നിന്നുള്ള സഹായധന വിതരണം നടന്നു. കേന്ദ്ര കമ്മിറ്റി അംഗം AV ഫ്രാൻസിസ് ആമുഖ പ്രഭാഷണം നടത്തി. പെൻഷനേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി CV ഫ്രാൻസിസ്, ജില്ലാ സെക്രട്ടറി C. ശിവദാസൻ, വനിതാവേദി ഭാരവാഹി MR സുനിത,
പെൻഷനേഴ്സ് അസോസിയേഷൻ ഡിവിഷൻ സെക്രട്ടറി പി പ്രേമവത്സലൻ, ട്രഷറർ മാർട്ടിൻ ജെ മാളിയേക്കൽ, വൈസ് പ്രസിഡന്റ് കെ നാരായണൻ എന്നിവർ സംസാരിച്ചു. കേരള വിഷന്റെ പേരിൽ ലേറ്റസ്റ്റ് വെർഷനിലേക്ക് അപ്ഡേറ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ടുകൊണ്ട് പ്രചരിക്കുന്ന സന്ദേശങ്ങൾ പൂർണ്ണമായും വ്യാജമാണെന്ന് കേരള വിഷൻ ബ്രോഡ്ബാൻഡ് അധികൃതർ അറിയിച്ചു. പ്രചരിക്കുന്ന പോസ്റ്ററിൽ നൽകിയിരിക്കുന്ന ഫോൺ നമ്പറിൽ ഒരിക്കലും ബന്ധപ്പെടരുത്. അബദ്ധവശാൽ ഈ നമ്പറിൽ ബന്ധപ്പെടുകയും ഒരു APK ഫയൽ ഇൻസ്റ്റാൾ ചെയ്യാൻ ഹിന്ദിയിലോ മറ്റ് ഭാഷകളിലോ നിർദ്ദേശങ്ങൾ ലഭിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഫയൽ ഇൻസ്റ്റാൾ ചെയ്യരുത്. ഇത്തരത്തിലുള്ള ഫയലുകൾ ഇൻസ്റ്റാൾ ചെയ്താൽ മൊബൈൽ ഫോണിൻ്റെ നിയന്ത്രണം മറ്റൊരാൾക്ക് ലഭിക്കുകയും അതുവഴി ഡിജിറ്റൽ സുരക്ഷയെ ഗുരുതരമായി ബാധിക്കാനും സാധ്യതയുണ്ടെന്നും ബന്ധപ്പെട്ടവർ അറിയിച്ചു. കുടുംബശ്രീയുടെ മേൽനോട്ടത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ബഡ്സ് സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികളുടെ ജില്ലാതല കായികമേള കുന്നംകുളം ഗവൺമെൻറ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ സിന്തറ്റിക് ഗ്രൗണ്ടിൽ ആരംഭിച്ചു. വിദ്യാർത്ഥികളുടെ കായികപരമായ കഴിവുകൾ പ്രകടിപ്പിക്കുന്നതിനുള്ള വേദിയൊരുക്കുക, സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് വിദ്യാർത്ഥികളെ ഉയർത്തിക്കൊണ്ടുവരുന്നതിനും കായിക അഭിരുചിയുള്ള വിദ്യാർത്ഥികളെ കണ്ടെത്തുന്നതിനും മാനസിക ശാരീരിക വളർച്ചയ്ക്കും ഉല്ലാസത്തിനുമുള്ള വേദിയൊരുക്കുക എന്നീ ഉദ്ദേശ ലക്ഷ്യങ്ങളോടെയാണ് ബഡ്സ് ഒളിമ്പിയ 2.0 എന്ന പേരിൽ കായികമേള സംഘടിപ്പിക്കുന്നത്. രാവിലെ ഗ്രൗണ്ടിൽ പരേഡും പതാക ഉയർത്തലും നടന്നു. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ IAS മേള ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ജില്ലയിലെ 18 ബഡ്സ് BRC സ്ഥാപനതല മത്സര വിജയികളായ 167 പേരാണ് ജില്ലാതലത്തിൽ പ്രതിഭ തെളിയിക്കുന്നത്. സബ് ജൂനിയർ, ജൂനിയർ, സീനിയർ, ലോവർ ആൻഡ് ഹയർ എബിലിറ്റി എന്നീ വിഭാഗങ്ങളിലായി 35 മത്സര ഇനങ്ങളാണ് വിദ്യാർത്ഥികൾക്കായി ഒരുക്കിയിട്ടുള്ളത്. കാലിക്കറ്റ് സർവകലാശാല ഇംഗ്ലീഷ് ബിരുദാനന്തര ബിരുദ പരീക്ഷയിൽ കടങ്ങോട് സ്വദേശിനി S ഗായത്രി 6ാം റാങ്ക് കരസ്ഥമാക്കി. പെരുമ്പിലാവ് അൻസാർ കോളേജിലെ ഇംഗ്ലീഷ് PG വിദ്യാർത്ഥിനിയാണ്. കടങ്ങോട് കിഴക്കുമുറി ശേഖരത്ത് ശശികുമാർ, ഹേമ ദമ്പതികളുടെ മകളാണ് ഗായത്രി. വിജിത്ത് ഭർത്താവാണ്. അപർണ, വൈഷ്ണവ് എന്നിവർ സഹോദരങ്ങളാണ്. ആദ്യമായാണ് അൻസാർ കോളേജിന് ഇംഗ്ലീഷ് ബിരുദാനന്തര ബിരുദത്തിൽ റാങ്ക് ലഭിക്കുന്നത്. അൻസാർ കോളേജിലെ ഇംഗ്ലീഷ് ടോപ്പർ കൂടിയാണ് ഗായത്രി. ചെറമനങ്ങാട് ശ്രീ കുന്നമ്പത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിൽ ദേശവിളക്ക് മഹോത്സവം ആഘോഷിച്ചു. വൈകുന്നേരം ദീപാരാധനയ്ക്ക് ശേഷം മാത്തൂർ ശിവക്ഷേത്രത്തിൽ നിന്നും ഉടുക്കുപാട്ടിൻ്റെയും താലത്തിൻ്റെയും അകമ്പടിയോടെ പാലക്കൊമ്പെഴുന്നള്ളിച്ച് കുന്നമ്പത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിൽ പ്രത്യേകം അലങ്കരിച്ച വിളക്കുപന്തലിലേക്ക് എത്തിച്ചേർന്നു. തുടർന്ന് പാട്ട്, വെട്ടും, തടവ്, തിരിയൊഴിച്ചൽ എന്നിവ നടന്നു. വാസുണ്ണി ഗുരുസ്വാമിയും സംഘവും വിളക്ക് യോഗത്തിൻ്റെ നേതൃത്വം നൽകി. ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകളും ഉച്ചയ്ക്കും വൈകിട്ടും അന്നദാനവും ഉണ്ടായിരുന്നു. ക്ഷേത്രം പ്രസിഡന്റ് ഷാജി വലിയറ, സെക്രട്ടറി ചന്ദ്രൻ മേലേപ്പുരയ്ക്കൽ, ട്രഷറർ അനിൽ കളത്തിൽ, വൈസ് പ്രസിഡന്റ് PV പ്രസാദ്, ജോയിന്റ് സെക്രട്ടറി ഷാജൻ കോഴിപ്പറമ്പിൽ എന്നിവർ നേതൃത്വം നൽകി. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 11,930 രൂപ, സ്വർണം പവന് 95,440 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 187 രൂപ. ചർമ്മം. പാലയൂർ പരേതനായ ചെഞ്ചേരി മാധവൻ വൈദ്യർ ഭാര്യ പത്മജ നിര്യാതയായി. 83 വയസ്സായിരുന്നു. സംസ്കാരം ശനിയാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് ചാവക്കാട് ദ്വാരക ശ്മശാനത്തിൽ നടത്തും. പ്രസന്നൻ, പ്രദീപ്, പ്രമോദ്, പ്രീജ എന്നിവർ മക്കളാണ്. ചൊവ്വലൂർപ്പടി പൊക്കാരത്ത് കുഞ്ഞിമോൻ ഭാര്യ സഫിയ നിര്യാതയായി. 72 വയസ്സായിരുന്നു. ഖബറടക്കം ഇന്ന് ഉച്ചയ്ക്ക് 2-ന് തൈക്കാട് ഖബർസ്ഥാനിൽ നടക്കും. സാജിദ, സുഹൈൽ, എക്സ് ഗുരുവായൂർ സന്നദ്ധ സേവകൻ സാബിർ എന്നിവർ മക്കളാണ്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.